Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. I believe today the Lord is going to do something wonderful in your life. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മനോഹരമായ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് എന്ന് ഞാൻ And വിശ്വസിക്കുന്നു. believe it and thank the Lord in advance. അത് വിശ്വസിക്കുക, കർത്താവിന് മുൻകൂറായിട്ട് നന്ദി We're അർപ്പിക്കുക. going to pray for today's sponsors. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ആദ്യത്തെ സ്പോൺസർ തൃശ്ശൂർ ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്ന് ഒരു വെൽവിഷറാണ്. Thank you so much. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ തൊണ്ടയിലെ മുഴ ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകുവാൻ, ദൈവിക സന്തോഷവും സമാധാനവും ഭവനത്തിൽ നിറയുവാൻ, Yes, Lord. കുടുംബാംഗങ്ങളെ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് Yes, പ്രാർത്ഥിക്കുന്നു. Father. അടുത്ത നമ്മുടെ സ്പോൺസർ നിലമ്പൂർ ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്ന് ശാന്ത മോഹൻദാസ് ആണ്. Oh, thank you so much, Sister Santa. കർത്താവെ, തൻ്റെ മകൾക്ക് നെറ്റ് കോച്ചിങ്ങിൽ വിജയമുണ്ടാകുവാനും ജോലി ലഭിക്കുവാനും ദൈവഹിതപ്രകാരം തൻ്റെ വിവാഹം നടക്കുവാനും കർത്താവെ അങ്ങ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. Yes, Lord. ഭവനം പണിയുവാൻ കർത്താവ് കൃപ കൊടുക്കണമെന്ന് Yes, പ്രാർത്ഥിക്കുന്നു. Father. ദൈവമേ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Thank you so much, sponsors. എല്ലാ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. Let's now worship the Lord, sing songs and come back. നമുക്ക് ഈ സമയത്ത് പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിച്ചതിന് ശേഷം വചനത്തിലേക്ക് മടങ്ങി വരാം. എത്ര പേര് ഇന്ന് ദൈവത്തിനെ ആരാധിക്കാൻ തയ്യാറാണ്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ഇന്ന് ദൈവത്തിനെ ആരാധിക്കാം. സ്തുതിക്കു യോഗ്യനാമേശുനാഥ, വരുന്നു ഞാനെന്നു നിൻ സന്നിധേ, പൂർണ്ണമായി എന്നെ ഞാൻ നൽകിയിടുന്ന പകരുക ശക്തി എന്നിൽ. സ്തുതിക്കു യോഗ്യനാമേശുനാഥ, വരുന്നു ഞാനെന്നു നിൻ സന്നിധേ, പൂർണ്ണമായി എന്നെ ഞാൻ നൽകിയിടുന്ന പകരുക ശക്തി എന്നിൽ നാഥ. യേശുവേ, നീ മാത്രം എന്നും ആരാധ്യൻ, നിനക്കു തുല്യനായ ആരുമില്ല. സ്വർഗ്ഗത്തിലും ഇന്ന് ഭൂമിയിലും ഇന്നും നിനക്കു തുല്യനായ യേശുവേ, യേശുവേ, നീ മാത്രം എന്നെന്നും ആരാധ്യൻ, നിനക്കു തുല്യനായ ആരുമില്ല. സ്വർഗ്ഗത്തിലും ഇന്ന് ഭൂമിയിലും ഇന്ന് നിനക്കു തുല്യനായ ആരുമില്ല. കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ, കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ നിൻ സ്നേഹത്തിൻ്റെ ആഴമെത്രയോ വർണ്ണിപ്പാൻ എനിക്കാവതില്ലേ. നിൻ സ്നേഹത്തിൻ്റെ ആഴമെത്രയോ വർണ്ണിച്ചിടാൻ എനിക്കാവതില്ല. നടത്തിയ നിന്റെ വഴികളോർത്തെന്നാൽ എങ്ങനെ ഞാൻ നിന്നെ നടത്തിയ നിന്റെ വഴികളോർത്തെന്നാൽ എങ്ങനെ ഞാൻ നിന്നെ മറന്നിടും. All right, welcome back to the Son of God series. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവപുത്രൻ എന്ന് പറയുന്ന സന്ദേശ പരമ്പരയിലേക്ക് സ്വാഗതം. These days, the Holy Spirit will throw more light into the personality, the nature and everything of the Son of God. ദൈവപുത്രനെ കുറിച്ചുള്ള അവൻ്റെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള കൂടുതൽ പ്രകാശവും വെളിച്ചവും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Jesus Christ is the only God-man lived in history. ചരിത്രത്തിൽ ജീവിച്ചിരുന്നതിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയാവുന്ന ഒരൊറ്റ വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. There are so many human beings known as man gods.
മനുഷ്യ ദൈവങ്ങൾ, ആൾ ദൈവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. Some people even attribute divinity on themselves. ചില ആളുകൾ ആ ദൈവികത അവരിൽ തന്നെ അവർ ആരോപിക്കുന്നു. I'm not talking about man gods. ഞാൻ ഈ ആൾ ദൈവങ്ങളെ കുറിച്ചല്ല I'm സംസാരിക്കുന്നത്. talking about God man. പകരം ദൈവം മനുഷ്യനായി അവതരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. There is only such incident, such one person in the whole history of human beings. മനുഷ്യ ചരിത്രത്തിൽ ഇതുപോലെ വന്ന ഒരു വ്യക്തി വേറെ ഇല്ലവേ ഇല്ല. Jesus' life was a unique life. യേശുവിന്റെ ജീവിതം എന്നുള്ളത് നിസ്തുല്യമായ ഒരു ജീവിതമാണ്. He is the perfect model of human life. അത് മാത്രമല്ല മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു മാതൃകയായിരുന്നു യേശുവിന്റെ In ജീവിതം. other words, he is the standard of God for any human being. അതുമാത്രമല്ല ഏതൊരു മനുഷ്യനും വേണ്ട ദൈവത്താൽ നൽകപ്പെട്ട ഒരു നിലവാരമായിരുന്നു യേശുക്രിസ്തു എന്നുള്ളത്. He is the standard. അവനായിരുന്നു ആ നിലവാരം. Any other human being can only compare with that perfect standard. ഓർക്കുക, ഈ ഉദാത്തമായ ഈ അളവുകോൽ വെച്ചിട്ട് മാത്രമാണ് ബാക്കി ഏത് മനുഷ്യനെയും താരതമ്യപ്പെടുത്തുവാൻ സാധിക്കുന്നത്. That means all human beings they are to follow this perfect example. അതിന്റെ അർത്ഥം ഈ മാതൃകയെ എല്ലാ മനുഷ്യരും അനുഗമിക്കേണ്ടതാണ്. Because he is the perfect human being. കാരണം അവനാണ് ഏറ്റവും നല്ല ഒരു മനുഷ്യൻ എന്ന് പറയാവുന്നത്. And that's why Jesus repeatedly asked his disciples to follow him. അതുകൊണ്ടാണ് യേശു കർത്താവ് പലവട്ടം എന്നെ അനുഗമിപ്പിൻ എന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. Even today, to the entire humanity, all the peoples who are living in this world, he is asking to follow him, not any other. ഇപ്പോഴും എല്ലാ മനുഷ്യരാശിയിലും എല്ലാ തലമുറയിലുമുള്ള ആളുകളോട് യേശു പറയുന്ന മറ്റാരെയുമല്ല, എന്നെ അനുഗമിപ്പിൻ എന്ന് തന്നെയാണ്. But nobody might have known the full depths of Jesus. എന്നാൽ പലർക്കും യേശുവിനെ അത്രയും ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. He is God and he is man. അവൻ ദൈവമാണ്, അപ്പോൾ തന്നെ അവൻ He മനുഷ്യനുമാണ്. is a perfect blend of man and God. അവൻ ദൈവികതയുടെയും അല്ലെങ്കിൽ ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഏറ്റവും നല്ല സങ്കരമാണ് എന്ന് പറയാൻ സാധിക്കും. We learned about God the Father. നാം സ്വർഗീയ പിതാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. God the Father is invisible. ഓർക്കുക, സ്വർഗീയ പിതാവ് അദൃശ്യനാണ്. God the Holy Spirit is also invisible. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവാം ദൈവവും അദൃശ്യനായവനാണ്. But God the Son made God the invisible visible. എന്നാൽ ഈ ദൈവപുത്രൻ അദൃശ്യനായ ദൈവത്തെ ദൃശ്യനാക്കി തീർത്തു. Hallelujah. ഹല്ലേലൂയ. So what I'm trying to say is that there is a lot of complexity about this person of Jesus. ഞാൻ പറഞ്ഞു വരുന്നത് യേശുവിന്റെ വ്യക്തിത്വത്തിൽ ഇത്തരത്തിൽ സങ്കീർണതകളുണ്ട് എന്നുള്ളതാണ്. Why is he a complex personality? എന്തുകൊണ്ടാണ് യേശു ഇത്രത്തോളം ഒരു സങ്കീർണതയുള്ളവനായി തീർന്നത്? In one aspect he is a perfect human being. ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവൻ പൂർണ്ണനായ ഒരു മനുഷ്യനാണ്. On the other aspect he is a perfect God. അപ്പോൾ തന്നെ മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവൻ പൂർണ്ണനായിട്ടും ഒരു ദൈവം തന്നെയാണ്. So when people look at him, sometimes they see the humanity of Jesus. അതുകൊണ്ട് ചില സമയങ്ങളിൽ യേശുവിലേക്ക് ജനങ്ങൾ നോക്കുമ്പോൾ അവൻ യേശുവിന്റെ മനുഷ്യത്വം അവൻ കാണുന്നു. And sometimes when they look at him, they will see the divinity in his life. അപ്പോൾ തന്നെ ചില സമയങ്ങളിൽ അവനിൽ ദൈവത്വവും മനുഷ്യർക്ക് കാണാൻ So സാധിക്കും. sometimes people are very confused. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് വളരെയധികം ആശയക്കുഴപ്പങ്ങൾ And ഉണ്ടാകും. that's why a lot of debates going on the personality of Jesus. അതുകൊണ്ടാണ് യേശുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഒത്തിരി ചർച്ചകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. So what I'm trying to say is this: Jesus Christ is the most complex personality ever lived in the history of man. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്ന് മനുഷ്യന്റെ ചരിത്രത്തിൽ വന്നിട്ടുള്ളത് വെച്ച് ഏറ്റവും സങ്കീർണതകൾ നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു യേശുക്രിസ്തു എന്നുള്ളത്. But he is not complicated. പക്ഷേ അവൻ ഒരിക്കലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമില്ല. Because Jesus came as a very simple personality. കാരണം യേശു കർത്താവ് വളരെ ലാളിത്യത്തോടെ വന്ന ഒരു വ്യക്തിയാണ്. As a human being, he came as a meek, gentle person. ഒരു മനുഷ്യൻ എന്ന നിലയിൽ വളരെ താഴ്മയോടെ വന്ന ഒരു വ്യക്തിത്വമാണ് യേശു എന്നുള്ളത്. Everything
everything that was so deep and mysterious about heavenly things, spiritual things, he made into very, very simple. ഓർക്കുക, സ്വർഗത്തെക്കുറിച്ചുള്ള ഏറ്റവും വളരെ ഗൗരവപൂർണമായിട്ടുള്ളത് രഹസ്യ സ്വഭാവമുള്ള സകല കാര്യങ്ങളെയും അവൻ വളരെ ലാളിത്യവൽക്കരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു നൽകി. So why is it that Jesus is a very complex personality? എന്തുകൊണ്ടാണ് യേശു കർത്താവ് വളരെ സങ്കീർണതയുള്ള ഒരു വ്യക്തിത്വത്തിനുടമയായി I തീർന്നത്? already told you he possesses the divine and human natures together. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, അവൻ ദൈവത്വവും അതുപോലെ മനുഷ്യത്വവും ഈ രണ്ട് സ്വഭാവങ്ങളും ഒരുമിച്ച് ചേർന്ന് വസിച്ചത് കൊണ്ടാണ്. And he carries two sonships. അത് മാത്രമല്ല, രണ്ട് പുത്രത്വമാണ് അവൻ വഹിച്ചിരുന്നത്. He is the same time Son of God and he is the same time Son of Man. അവൻ ഒരേ സമയം ദൈവപുത്രനും ഒരേ സമയം മനുഷ്യപുത്രനുമായിരുന്നു. At the same time he is God also. അപ്പോൾ തന്നെ അവൻ ദൈവവുമായിരുന്നു. So I always say this, the Son of God became Son of Man to make the sons of God, sons of men, sons of God. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്, ദൈവപുത്രനായ യേശു അവൻ മനുഷ്യപുത്രനായി തീർന്നത് മനുഷ്യപുത്രന്മാരായ നമ്മെ ഓരോരുത്തരെയും ദൈവപുത്രന്മാരാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ്. As a son of God, he is an eternal personality and he is an eternal God. ഒരു ദൈവപുത്രൻ എന്ന നിലയിൽ അവൻ നിത്യനായ വ്യക്തിത്വത്തിനുടമയും നിത്യനായ ദൈവവുമാണ്. In other words, he is never a created being. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവൻ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയല്ല. So many people think that Christ is the opposite of Satan. ഒത്തിരി ആളുകളും ചിന്തിച്ചിരിക്കുന്നത് സാത്താന്റെ എതിർകക്ഷിയാണ് ക്രിസ്തു എന്നാണ്. Never, never, never. ഒരിക്കലും അങ്ങനെയല്ല. Satan or the devil or the Lucifer is a created being. ഓർക്കുക, സാത്താൻ അല്ലെങ്കിൽ പിശാച് അല്ലെങ്കിൽ ലൂസിഫർ അത് സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ്. Christ is never created. ഈ ക്രിസ്തു ഒരിക്കലും He is സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. the creator. Everything was made by him. ഓർക്കുക, അവൻ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല, മറിച്ച് അവൻ സൃഷ്ടാവാണ്. അവനിലൂടെയാണ് സകലതും ഉളവായിട്ടുള്ളത്. Everything that was created by him. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അവനിലൂടെ ഉളവായതാണ്. Including Lucifer, who was created by the Lord Jesus. ആ ലൂസിഫറിന്റെ സൃഷ്ടിപ്പ് പോലും യേശുവിനാൽ നടത്തപ്പെട്ട സൃഷ്ടിപ്പാണ്. So Christ is never the opposite of Lucifer. അതുകൊണ്ട് ക്രിസ്തു ഒരിക്കലും സാത്താന്റെ എതിർകക്ഷിയല്ല. Satan is never a match for Jesus. യേശുവിനുമായിട്ട് താരതമ്യപ്പെടുത്തുവാൻ ഒട്ടും പറ്റാത്തൊരു വ്യക്തിയാണ് സാത്താൻ. Maybe if you want an opposite, maybe Michael is the opposite of Lucifer. ഇനിയിപ്പോൾ ലൂസിഫറിന് എതിരായിട്ട് ഒരു വ്യക്തിയെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ മീഖായേൽ എന്ന് പറയുന്ന ദൂതനെ കുറിച്ച് ചിന്തിക്കാം. Because Michael is the authority in charge of all the armies of the Lord. കാരണം മീഖായേലാണ് സ്വർഗത്തിലെ സകല സൈന്യത്തിന്റെയും ഇൻചാർജ് എന്ന് പറയുന്നത്. Michael fights for God. അത് മാത്രമല്ല, മീഖായേൽ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. Michael even fights against Lucifer. അത് മാത്രമല്ല, സാത്താനെതിരെയും ലൂസിഫറിനെതിരെയും യുദ്ധം നടത്തുന്ന മീഖായേലാണ്. The Son of God is never a created being. അതുകൊണ്ട് ദൈവപുത്രൻ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ട ഒരു But he സൃഷ്ടിയല്ല, is the creator. പകരം അവൻ He is സൃഷ്ടാവാണ്. the eternal God. അവൻ നിത്യനായ ദൈവമാണ്. When we come to John chapter 8, ഇനിയിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരാം. 54 up to 58. അതിന്റെ 54 മുതൽ 56 വരെയുള്ള വചനങ്ങൾ. Some Jewish people were really confused when Jesus made some statements. യേശു കർത്താവ് പറഞ്ഞ ചില പ്രസ്താവനകൾ കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ചില യഹൂദന്മാർക്ക് ചില സംശയങ്ങൾ ഉളവായി. That is because of the complexity of his personality. കാരണം യേശുവിന്റെ വ്യക്തിത്വത്തിലുള്ള സങ്കീർണതകൾ നിമിത്തമാണ് അതങ്ങനെ സംഭവിച്ചത്. 54 Jesus replied, "If I glorify myself, my glory means nothing. My Father, whom you claim as your God, is the one who glorifies me." ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാകുന്നു. അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു. See, my Father, whom you claim as your God. അവിടെ പറയുകയാണ്, എന്റെ പിതാവ് അവനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു. Hey, just watch that sentence. My Father, whom you claim as your God. ഇവിടെ പറയുന്ന കാര്യം, എന്റെ അപ്പനാണ്, എന്റെ പിതാവാണ്, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ദൈവം എന്ന് അവകാശപ്പെടുന്നവൻ. Coming to verse number 55, though you do not know him, I know him. If I said I did not, I would be a liar like you. But
but I do know him and obey his word. എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല, ഞാനോ അവനെ അറിയുന്നു. അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഭോഷ്ക് പറയുന്നവനാകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവന്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. 56. Your father Abraham rejoiced at the thought of seeing my day. He saw it and was glad. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. That means all the Jewish people, they were really proud to call Abraham their father. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമാനപുരസ്സരം വിളിക്കുന്ന അവരുടെ പിതാവാണ് അബ്രഹാം പിതാവ്. But they called God only God. എന്നാൽ ദൈവത്തെ അവർ ദൈവമേ എന്ന് മാത്രമാണ് വിളിക്കുന്നത്. But Jesus says, your God is my father. എന്നാൽ യേശു പറയുന്നു, നോക്കൂ, നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നവൻ എന്റെ പിതാവാണ്. And Abraham really wanted to see my day. അത് മാത്രമല്ല, ഏബ്രഹാം എന്റെ ദിവസം കാണും എന്ന് ആഗ്രഹിച്ചു. Abraham lived 2000 years previously. ഇപ്പോൾ അബ്രഹാം യേശു സംസാരിക്കുന്നതിൽ വെച്ച് 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. And they were really confused. അപ്പോൾ ജനങ്ങൾക്ക് ആകെ ആശയക്കുഴപ്പമായി. 57. 57. You are not yet 50 years old, they said to him, and you have seen Abraham? യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. You are in your 30s. ഓ, നീ ഇപ്പോൾ 30കളിൽ മാത്രമാണ്. You are not even 50 years old. നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല. Abraham lived 2000 years ago. എബ്രഹാം ജീവിച്ചതാകട്ടെ 2000 വർഷങ്ങൾക്ക് മുൻപ്. What are you saying? നീ ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? We don't think you are normal. നീ അത്ര നോർമൽ ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. 58. 58ാമത്തെ വചനം. Very truly I tell you, Jesus answered, before Abraham was born, I am. യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുന്നേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. Before Abraham was, I am. അബ്രഹാം ജനിച്ചതിന് മുന്നേ ഞാനുണ്ട്. If you know English grammar very well, you will say this is a wrong sentence. ഇംഗ്ലീഷ് ഗ്രാമർ നന്നായിട്ട് അറിയാമെങ്കിൽ ഈ ഒരു സെന്റൻസ് തെറ്റായ രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തോന്നിപ്പോകും. Before Abraham was, I am. അബ്രഹാം ഉണ്ടാകുന്നതിന് മുന്നമേ ഞാൻ ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Maybe you can correct this sentence to before Abraham was, I had been. സാധാരണ ആ സെന്റൻസ് കറക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ അബ്രഹാം ജനിക്കുന്നതിന് മുന്നമേ ഞാനും ജീവിച്ചിരുന്നു എന്നായിരുന്നു. Or at least before Abraham was, I was. അല്ലെങ്കിൽ അബ്രഹാം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. But Jesus is saying, before Abraham was, I am. എന്നാൽ അവിടെ യേശു പറഞ്ഞിരിക്കുന്നത് അബ്രഹാം ഉണ്ടായിരുന്നതിന് മുന്നമേ ഞാൻ ആകുന്നു. Suddenly the Jewish people were so angry and they wanted to pelt stones at him. പെട്ടെന്ന് യഹൂദ പുരുഷന്മാർക്ക് ദേഷ്യം വന്ന് അവനെ എറിയുവാൻ കല്ലെടുത്തു. Because if he said so, he is either not normal, he is an abnormal guy, or this is blasphemy. ഇത് ഈ വ്യക്തി അത്ര നോർമൽ ആയിട്ടുള്ള വ്യക്തിയല്ല യേശു, അത് മാത്രമല്ല ഇവനിപ്പോൾ ദൈവദൂഷണം പറഞ്ഞിരിക്കുകയാണ്. See, what is he saying? He is only in his 30s and he is saying that before Abraham was, I am. ഇവന് 30 വയസ്സ് പ്രായമേ ഉള്ളൂ, 50 വയസ്സ് പോലും പ്രായമായിട്ടില്ല, പക്ഷെ പറയുകയാണ് അബ്രഹാം ഉള്ളതിന് മുമ്പേ ഞാൻ ആകുന്നു എന്ന്. Whenever he said he was the son of God, they understood one thing: he is making himself equal to God. എപ്പോഴൊക്കെ താൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ സമയത്തൊക്കെയും അവൻ ദൈവത്തോട് സമൻ എന്നുള്ളത് അവകാശപ്പെടുകയാണ് എന്നുള്ളത് ഇവർ തിരിച്ചറിഞ്ഞു. And they were so provoked. അത് മാത്രമല്ല ഇവരൊക്കെ വല്ലാതെ പ്രകോപിതരായി. This is because of the complexity of Jesus' personality. യേശുവിന്റെ വ്യക്തിത്വത്തിലുള്ള സങ്കീർണത നിമിത്തമാണ് ഇത് സംഭവിച്ചത്. When they looked at him, he was only a young man, a man. യേശുവിലേക്ക് നോക്കിയപ്പോൾ അവനെ ഒരു ചെറുപ്പക്കാരനായിട്ട് ഒരു മനുഷ്യനായിട്ട് മാത്രമേ കാണാൻ സാധിച്ചിരുന്നു. He is healing the sick. Many things are happening, but he is only a human being. ഒത്തിരി രോഗികളൊക്കെ സൗഖ്യമാകുന്നു, പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അവനൊരു മനുഷ്യൻ മാത്രമാണ്. He is speaking good things also. അത് മാത്രമല്ല നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. But sometimes, occasionally, some of the words are not
correct. എന്നാൽ ചില സമയങ്ങളിലൊക്കെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പറയുന്ന ചില വാക്കുകളൊക്കെ അത്ര പോരാ. He's making himself equal to God. അവൻ ദൈവത്തോട് സമനായിട്ടൊക്കെ ചില കാര്യങ്ങൾ Or പറയുന്നുണ്ട്. he's claiming himself as God. അത് മാത്രമല്ല ദൈവമാണ് താനെന്ന് താൻ അവകാശപ്പെടുന്നു. And sometimes he says he lived even 2000 years ago. 2000 വർഷങ്ങൾക്ക് മുമ്പും ഞാൻ ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. Why? എന്തുകൊണ്ട്? Brothers and sisters, why? എന്തുകൊണ്ടാണ് Because സഹോദരന്മാരെ? when he spoke these words, he was speaking from the position of the Son of God. ഓർക്കുക, യേശു കർത്താവ് ഈ വാക്കുകളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവപുത്രൻ എന്ന പദവിയിൽ നിന്നുകൊണ്ടാണ് അവനത് സംസാരിച്ചത്. But sometimes he spoke as Son of Man. എന്നാൽ ചില സമയങ്ങളിൽ അവൻ ഒരു മനുഷ്യപുത്രനെ പോലെ സംസാരിച്ചു. Whenever he spoke as Son of Man, there was no problem. എപ്പോഴൊക്കെ അവൻ മനുഷ്യപുത്രൻ എന്ന നിലയിൽ സംസാരിച്ചോ അപ്പോഴൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു. People were not provoked, they were not irritated. ജനങ്ങൾക്ക് ഒരു സമയത്തും അത് കേട്ടിട്ട് പ്രകോപനമുണ്ടാകുകയോ വിഷമമുണ്ടാകുകയോ സംഭവിച്ചിട്ടില്ല. Sometimes he would be speaking as Son of God, and immediately he would switch over to Son of Man, and people would be confused. ചില സമയങ്ങളിൽ യേശു കർത്താവ് ഇത്തരത്തിൽ ദൈവപുത്രൻ എന്ന നിലവാരത്തിൽ നിന്നുകൂടെ സംസാരിക്കുക, പെട്ടെന്ന് മനുഷ്യപുത്രൻ എന്ന നിലവാരത്തിലേക്ക് ആ രീതിയിലേക്ക് തന്നെ സംസാര രീതികൾ മാറ്റുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായി. He did all the miracles as Son of Man. അവൻ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും ഒരു മനുഷ്യപുത്രൻ എന്ന നിലയിലായിരുന്നു. He spoke many things as Son of Man. അത് മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ താൻ സംസാരിച്ചതും മനുഷ്യപുത്രൻ എന്ന നിലയിൽ തന്നെയായിരുന്നു. He did all these miracles as Son of Man. That's why he said, God the Father and the Holy Spirit, they are living in me and working through me. അവൻ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും തന്നെ മനുഷ്യപുത്രൻ എന്ന നിലയിലാണ് താൻ ചെയ്തത്. സ്വർഗീയ പിതാവും അതുപോലെ പരിശുദ്ധാത്മാവും തൻ്റെ കൂടെ ആവസിച്ചുകൊണ്ട് ചേർന്ന് പ്രവർത്തിച്ചു എന്നാണ് താൻ പറഞ്ഞിരിക്കുന്നത്. And many times he spoke and he said, the Father has sent me. പല സമയങ്ങളിലും അവൻ സംസാരിച്ചു, പിതാവ് എന്നെ അയച്ചിരിക്കുന്നുവെന്ന്. So in all these places he was revealing his humanity. ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ അവൻ തൻ്റെ മനുഷ്യത്വത്തെ ജനങ്ങളുടെ മുൻപാകെ വെളിപ്പെടുത്തുകയായിരുന്നു. Dear brothers and sisters, എൻ്റെ സഹോദരന്മാരെ these സഹോദരിമാരെ, days we are going to learn more about the sonship of God and the sonship of man that is blended together in the Lord Jesus in one personality. എൻ്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ഈ ദിവസങ്ങളിൽ മനുഷ്യന്റെ പുത്രത്വത്തെക്കുറിച്ചും അതുപോലെ ദൈവിക പുത്രത്വത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഏറ്റവും മനോഹരമായി ലയിച്ച് ചേർന്നിരിക്കുന്നത് മനുഷ്യനായ ദൈവമായ ക്രിസ്തു യേശുവിലാണ്. I am really intoxicated by the knowledge of this Christ. ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ ജ്ഞാനത്തിൽ ഞാൻ ലഹരി പിടിച്ചിരിക്കുകയാണ്. Hallelujah. And I believe in the days to come we all are going to get intoxicated by the wisdom and knowledge and revelation that the Holy Spirit is going to impart into our souls and spirits. നമ്മുടെ ആത്മാവിലേക്കും നമ്മുടെ മനസ്സുകളിലേക്കും പരിശുദ്ധാത്മാവിലൂടെ പകരപ്പെടുന്ന ദൈവത്തെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്താൽ പരിജ്ഞാനത്താൽ നമ്മൾ എല്ലാവരും ഇതുപോലെ തന്നെ ലഹരി പിടിക്കാൻ പോകുകയാണ്. Somebody say hallelujah. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയാം? Amen. Amen. We are to listen to one testimony now. ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു ടെസ്റ്റിമണി കേൾക്കാനായിട്ട് പോകുകയാണ്. This is from വിമല കൊല്ലം. വിമല കൊല്ലം BC എന്നാണ്. ഞാനൊരു സാക്ഷ്യം പറയാനായി ഇപ്പം ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. കഴിഞ്ഞ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ ഞാൻ ഒരുപാട് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു ഭവനത്തിന് വേണ്ടി. എന്നാൽ എനിക്ക് 2 ഭവനം ഉള്ളതായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും എൻ്റെ ദൈവത്തിനെ അറിഞ്ഞ് അതിന് ശേഷം ഞാൻ ഒരുപാട് നാണം കിട്ടും. എന്ന് വെച്ചാൽ ഈ വാടക വീട് വാടകക്കാർ എന്നുള്ളൊരു നിന്ന വാക്ക് ആൾക്കാരിൽ നിന്ന് കേട്ട് അങ്ങ് സഹികെട്ട് അങ്ങനെ ഞാൻ കഴിഞ്ഞ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഞാൻ അത് അറ്റൻഡ് ചെയ്ത് ഞാൻ ഒരുപാട് കരഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിച്ച് എനിക്കൊരു ഭവനത്തിന് വേണ്ടി. എന്നാൽ എനിക്ക് ദൈവം അടുത്ത ഫാസ്റ്റിംഗ് പ്രയർ ആകുന്നതിന് മുൻപായിട്ട് ഞാൻ ആ ഭവനത്തിൽ കയറി താമസിക്കാൻ എനിക്ക് ഇട വരുത്തി. അല്ല, ഞാൻ ആഗ്രഹിച്ചതിലും ഉപരിയായി എനിക്ക് നനയ്ക്കാനൊക്കാത്ത രീതിയിലൊരു ഭവനം എൻ്റെ ദൈവം എനിക്ക് തന്ന് എന്നെ മാനിച്ച് ഞാൻ ആ ദൈവത്തോട് കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ ദൈവം അത്ര വലിയവനാ. ദൈവത്തിന് ഞാൻ എൻ്റെ സത്യദൈവത്തെ സ്നേഹിച്ചും അറിഞ്ഞും ജീവിക്കുമ്പോൾ എനിക്ക് എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറി എനിക്ക് സമാധാനവും ശാന്തി എൻ്റെ ഭവനത്തിനകത്ത് നിലകൊള്ളുന്നു. പറയാൻ ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്.
That is a wonderful testimony. ഇതൊരു വളരെ മനോഹരമായിട്ടുള്ള I ടെസ്റ്റിമോണി. believe more miracles the Lord is going to do for you. നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുകയാണെന്ന് ഞാൻ Let's വിശ്വസിക്കുന്നു. pray together. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. Father, I pray for your people. കർത്താവേ, ഈ ജനത്തിനായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. If there are any homeless people, give them homes. കർത്താവേ, ഭവനമില്ലാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീടുണ്ടാകട്ടെ. In the name of Jesus. യേശുവിന്റെ I pray നാമത്തിൽ. for financial breakthroughs. അപ്പോൾ തന്നെ സാമ്പത്തിക വിടുതലുകൾക്കായി Lord, I പ്രാർത്ഥിക്കുന്നു. pray for healing of the sick people. കർത്താവേ, രോഗികളുടെ മേൽ സൗഖ്യമുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. Somebody with blood cancer, something related to bone marrow, the Lord is healing. ഈ സമയത്ത് ബ്ലഡ് ക്യാൻസർ അതുപോലെ ബോൺ മാരോവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള രോഗങ്ങൾ ആരുടെയൊക്കെയോ കർത്താവ് സൗഖ്യമാക്കിയാണ്. And all kinds of rheumatoid arthritis be healed in Jesus' name. അതുപോലെ തന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇപ്പോൾ എല്ലാ തരത്തിലുമുള്ളത് ഇപ്പോൾ സൗഖ്യമാകട്ടെ. Stretch forth your hands and receive your healing. കർത്താവേ, ഇപ്പോൾ നിങ്ങളുടെ കൈകൾ നീട്ടി പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സൗഖ്യത്തെ നിങ്ങൾ ഇപ്പോൾ പ്രാപിച്ചാലും Receive your breakthroughs. ഇപ്പോൾ തന്നെ നിങ്ങളുടെ വിടുതലുകളെ പ്രാപിച്ചെടുത്താലും In Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ. Thank you for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. God bless you all. See you tomorrow. Bye-bye. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈ. യേശുവേ നീ മാത്രം എന്നെന്നും ആരാധ്യൻ, നിനക്കു തുല്യനായി ആരുമില്ല. സ്വർഗ്ഗത്തിലും ഇന്ന് ഭൂമിയിലും ഇന്ന് നിനക്കു തുല്യനായി യേശുവേ. ഓ യേശുവേ നീ മാത്രം എന്നെന്നും ആരാധ്യൻ, നിനക്കു തുല്യനായി ആരുമില്ല. സ്വർഗ്ഗത്തിലും ഇന്ന് ഭൂമിയിലും ഇന്ന് നിനക്കു തുല്യനായി ആരുമില്ല. കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ, കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിടുന്ന